വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. അമേരിക്കൻ പിന്തുണയോടെ ഐക്യരാഷ്ട്രസഭയിൽ പാസ്സായ വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള പ്രതികരണം ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പും ഹമാസും മീഡിയേറ്റേഴ്സിനെ അറിയിച്ചു. അവർ മധ്യസ്ഥ രാജ്യങ്ങളോട് പറഞ്ഞത് ഇസ്രായേലിന്റെ പരിപൂർണമായ പിന്മാറ്റം ഉറപ്പുവരുത്തണമെന്ന്. ഇസ്രായേൽ സൈന്യം ഗസയിലുടനീളം നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 40-ലധികം ഫലസ്തീനികൾ വീണ്ടും കൊല്ലപ്പെട്ടു. ഇസ്രായേലി സൈന്യം അഭയാർത്ഥികളുടെ ടെന്റുകളിലാണ് കൂടുതലായും ആക്രമണം നടത്തുന്നത്. ലബനനിലെ സദേൺ വില്ലേജിലെ ഷിയ കേന്ദ്രത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒരു സീനിയർ ഹിസ്ബുല്ല കമാൻഡർ അടക്കം 4 പേർ കൊല്ലപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ ഫെഡറൽ ഗൺ പർച്ചേസ് കേസിന്റെ വിചാരണയിൽ ചാർജ് ചെയ്യപ്പെട്ട 3 കേസുകൾക്കും ശിക്ഷിക്കപ്പെട്ടു. 2018 ഒരു തോക്ക് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചാർജ് ചെയ്ത കേസിലാണ് വിധി. പ്രോസിക്യൂട്ടർ പറയുന്നത് തോക്ക് വാങ്ങാൻ ഉപയോഗിക്കുന്ന ഫോമിൽ ഹണ്ടർ ബൈഡൻ കളവ് പറഞ്ഞുവെന്ന്. മലാവി വൈസ് പ്രസിഡന്റ് മുൻപ് സഹയാത്രികരും ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. വൈസ് പ്രസിഡന്റ് സാൽവോ ചിലാമി സൂസുവിൽ നിന്ന് വടക്കൻ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് അപകടമുണ്ടായത്. എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ കഴിയാതെ വന്ന വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുകയായിരുന്നു. സുരക്ഷാ വിഭാഗത്തിന്റെ തിരച്ചിലിനൊടുവിൽ നോർത്തിലെ ചിക്കൻഗവ ഫോറസ്റ്റിൽ അപകടത്തിൽപ്പെട്ട വിമാനം കണ്ടെത്തുകയായിരുന്നു. 4 ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയിൽ ഇസ്രായേൽ യുദ്ധക്കുറ്റമാണ് ചെയ്തതെന്ന് യുഎന്നിന്റെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉദ്യോഗസ്ഥർ ഗസയിൽ ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 274-ലധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയും 700-ലധികം ആളുകൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥർ പറയുന്നത് ബന്ദികളെ ജനസാന്ദ്രതയുള്ള മേഖലയിൽ തടവിൽ വെക്കുക വഴി പലസ്തീൻ പോരാളികളും യുദ്ധക്കുറ്റമാണ് ചെയ്തതെന്നാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയ്ക്ക് വേണ്ടി അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള തന്റെ പ്രതിബദ്ധത ആവർത്തിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഈ നിർദ്ദേശത്തോടുള്ള ഹമാസിന്റെ പ്രതികരണം പ്രതീക്ഷാജനകമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹണ്ടർ ബൈഡൻ കുറ്റക്കാരനാണെന്ന വിധിക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം ഞാൻ ജുഡീഷ്യൽ നടപടിയെ ആദരിക്കുന്നുവെന്നായിരുന്നു. 2018 ഒരു ഗൺ വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രോസിക്യൂട്ടർ പറയുന്നത് ഹണ്ടർ ബൈഡൻ മാൻഡറ്ററി ഫയർ ആൻഡ് ആം പർച്ചേസ് ഫോമിൽ കളവ് പറഞ്ഞുവെന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന കള്ളമായിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഫ്രാൻസിൽ തീവ്രവാദ ലക്ഷ്യത്തിനെതിരായി പ്രതിഷേധക്കാർ 2ാം ദിവസവും തെരുവിലിറങ്ങി. പാർലമെന്റ് ഇലക്ഷന് മുമ്പായി ഇടതു പാർട്ടികളോടും ട്രേഡ് യൂണിയനുകളോടും ശക്തമായ സഖ്യം കെട്ടിപ്പടുക്കുവാൻ പ്രകടനക്കാർ ആഹ്വാനം ചെയ്തു. യുദ്ധാനന്തരം ഉക്രൈൻ പുനർനിർമ്മാണത്തിനുള്ള പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനായി ബെർലിനിൽ സമ്മേളനം നടക്കുകയാണ്. ഉക്രൈൻ പുനർനിർമ്മാണത്തിനാവശ്യമായ സഹായം ദീർഘകാലാടിസ്ഥാനത്തിൽ നൽകാൻ സഖ്യകക്ഷികളോടും നിക്ഷേപകരോടും യുക്രൈൻ ഉദ്യോഗസ്ഥർ പ്രേരണ ചെലുത്തുകയാണ്. അടുത്ത 10 വർഷത്തെ ഉക്രൈൻ പുനർനിർമ്മാണത്തിനുള്ള ചെലവ് $490 ബില്യൺ കണക്കാക്കുന്നു. അതിലേക്ക് റഷ്യൻ ആസ്തികൾ ഉപയോഗിക്കണമെന്ന് സെലൻസ്കി പറയുന്നത്. സമ്മേളനത്തിന് ശേഷം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വടക്കൻ ജർമ്മനിയിലെ മിലിറ്ററി ബേസ് സന്ദർശനം നടത്തി. അവിടെയാണ് യുക്രൈൻ സേന പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പരിശീലനം നടക്കുന്നത്. സെലൻസ്കി ജർമ്മനിയോട് കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുവാൻ ആവശ്യപ്പെട്ടു. അമേരിക്ക കഴിഞ്ഞാൽ ഉക്രൈന് ആയുധങ്ങൾ കൂടുതൽ നൽകി സഹായിക്കുന്ന 2ാമത്തെ ശക്തിയാണ് ജർമ്മനി.